എക്സ്പീരിയൻസ് പങ്കുവെക്കണം എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാവുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ കയറിയത്. എന്തായാലും എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കുറെ ആളുകളെ കാണുന്നുണ്ട്, കുറച്ച് ആളുകളെ കാണുന്നില്ല. പരമാവധി ആളുകൾ വീഡിയോ ഓൺ ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, സീരിയസ് ആയിട്ട് ഇരിക്കേണ്ട, വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ മതി. നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മുടെ മനസ്സിലാണ് നമ്മൾ സീരിയസ് ആവേണ്ടത്, പുറത്ത് നമ്മൾ സീരിയസ് ആവേണ്ട ആവശ്യമില്ല. അപ്പോ പുറത്ത് വളരെ സന്തോഷത്തോടു കൂടി ചിരിയോട് കൂടി ഇരിക്കുക, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ സീരിയസ് ആവണം. കാരണം നമ്മൾ ആരും നമ്മുടെ ജീവിതം വെച്ച് തമാശ കളിക്കാറില്ല. അത് നമ്മുടെ ലൈഫാണ്. MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ലൈഫാണ്. ഒരിക്കലും നമ്മള് മൈ ലൈഫിൽ വന്നിട്ട് നമ്മള് തമാശ കളിക്കരുത്, ജീവിതം വെച്ച് തമാശ കളിക്കരുത് എന്ന് പറഞ്ഞ മാതിരി പുറത്ത് നമുക്ക് എന്ത് തമാശയും കളിക്കാം, പുറത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാം, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് സീരിയസ് ആവാം. എങ്കിലും മാത്രമേ ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും സാധിക്കുള്ളൂ. എന്തായാലും നിങ്ങളൊക്കെ പോലെ തന്നെ വളരെ സാധാരണ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും MI ലൈഫ് സ്റ്റൈലിലേക്ക് കടന്നു വരുന്നത്. എന്റെ പേര് വിജീഷ് വിജയൻ, സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കക്കോടിക്കടുത്ത് ചെറുകുളം സ്വദേശിയാണ്. ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഇൻഷുറൻസ് മേഖലയായിരുന്നു. ഒരുപക്ഷെ ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്ന സമയത്ത് പിന്നെ പല ആളുകൾക്കും അറിയാം, ഇൻഷുറൻസ് ഏജന്റുമാരെ അധികം ആൾക്കാർക്കും ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും വളരെ ബഹുമാനമുള്ള ഇൻഷുറൻസ് ഏജന്റുമാരെന്ന് പറയുന്നത്. കാരണം ഞാനും ഈ ഒരു ഇൻഷുറൻസ് മേഖലയിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും ഒക്കെ എന്നോട് ഭയങ്കര ബഹുമാനമായിരുന്നു. എന്നെ എവിടെ കണ്ടാലും അവർ ഓടി പറയും. കാരണം എന്താ, ഞാൻ ഇൻഷുറൻസ് പറയുന്നത്. അപ്പൊ ഒരു മാർക്കറ്റിംഗ് മേഖലയിൽ കടന്നു വരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിംഗുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ വളരെ സ്വാഭാവികമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. എന്നെ ഈ ഒരു മേഖലയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മൾ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡറായ നമ്മുടെ വെല്ലിസാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിയോട് കൂടി സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന് നിരന്തരമായ പ്രേരണ കൊണ്ട്, നിരന്തരമായ സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. ഇതിലിരിക്കുന്ന പല ആളുകളും അങ്ങനെ കടന്നു വന്ന ആളുകളായിരിക്കും. അല്ലാതെ ഡയറക്ട് സെല്ലിംഗിന്റെ സ്കോപ്പ് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ MI ലൈഫ് സ്റ്റൈലിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ടോ കടന്നു വന്ന ആളുകളായിരിക്കില്ല ഈ മീറ്റിംഗിൽ ഉണ്ടാവുക. ഞാൻ പറഞ്ഞ പോയിന്റ് ശരിയാണോ? ഞാൻ പറഞ്ഞ പോയിന്റ് ശരിയാണെങ്കിൽ നിങ്ങൾ തമ്പയണം. സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. ഞങ്ങളുടെ സുഹൃത്തിന് നിർബന്ധം കൊണ്ട് വന്നതാണ്, ഞങ്ങൾ അയൽവാസി വിളിച്ചിട്ട് വന്നതാണ്, ഞങ്ങളുടെ ബന്ധു വിളിച്ചിട്ട് വന്നതാണ്. ഈ 50 പേരും കടന്നു വന്ന സിറ്റുവേഷനിൽ പക്ഷേ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സുഹൃത്ത് നിർബന്ധിച്ചിട്ടോ അങ്ങനെ കടന്നു വന്ന ആളായിരിക്കും. ഞാനും അതുപോലെ തന്നെ വന്നാണെന്ന് ഞാൻ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരുടെ കയ്യിലും 10 ID നമ്പർ ഉണ്ട്. എൻ്റെ കയ്യിലും 10 ID നമ്പർ ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെക്കാട്ടൊക്കെ കൂടുതൽ ആവശ്യക്കാരനായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഈ ഒരു ബിസിനസ് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, സീറോ എന്ന് പറയാൻ പറ്റില്ല, മൈനസിലാണ്. മൈനസ് എന്ന് പറയാൻ വെച്ചാൽ ഒരുപാട് ബാധ്യതകളും ഒരുപാട് കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. എൻ്റെ സുഹൃത്തായ ബെന്നി സാർ ഈ ഒരു അവസരം എന്നോട് പറയുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ, സാറേ സമയമില്ല. കാരണം രാവിലെ മുതൽ രാത്രി വരെ നെട്ടോട്ടം പോകുന്ന സമയത്താണ് ഞാൻ ഈ അവസരം കേൾക്കുന്നത്. അപ്പൊ സംഭവമൊക്കെ ശരിയാണ്, നല്ല കമ്പനിയാണ്, നല്ല ബിസിനസ്സാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്തില്ല, പ്രവർത്തിക്കാനുള്ള സമയമില്ല. അതാണ് എന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, രതീഷ, ഈ ബിസിനസിന്റെ പ്ലാൻ നീ മനസ്സിലാക്കുവാണെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് സമയം ആവശ്യമില്ല. നമ്മളെക്കാട്ടും ആവശ്യമുള്ള, നമ്മളെക്കാട്ടും എന്താ പറയാ, ആവേശമുള്ള കുറച്ച് ആളുകളെ ഈ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്താൽ മതി. അവർ ചെയ്യുന്ന ബിസിനസ് കൂടി നമ്മുടെ ബിസിനസ് ആയിട്ട് മാറും, അവരുടെ സമയം കൂടി നമ്മുടെ സമയമായിട്ട് മാറും. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഞാൻ തന്നെ ഒരുപാട് ഓട്ടം ഓടിയിട്ടാണ് ഈ ബിസിനസ്സിന് മുന്നോട്ട് പോകുന്നത്. ഇനി എങ്ങനെയാണ് ഞാൻ പോലും വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ സമയം എനിക്ക് എങ്ങനെയാ കിട്ടുക, മറ്റുള്ളവർ പ്രവർത്തിച്ചാൽ എനിക്ക് എങ്ങനെയാ വരുമാനം കിട്ടുക, ഇതൊക്കെയാണ് എന്റെ ചിന്ത. അവിടെയാണ് നമ്മുടെ ഈ ബിസിനസ് പ്ലാനിന്റെ പ്രത്യേകത. എത്ര പേർക്ക് ഈ ബിസിനസ് പ്ലാൻ അറിയാം? ഈ ബിസിനസ് പ്ലാൻ ആഴത്തിൽ പഠിച്ച എത്ര പേര് ഈ മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അന്ന് എനിക്ക് വലിയ സാർ ആ ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇതില് കണക്ട് ചെയ്യുന്ന ആളുകൾ, ഞാൻ ഇതിൽ കൊണ്ടുവരുന്ന ആളുകൾ, അവരുടെ പ്രവർത്തന സമയം കൂടി എനിക്ക് സൗജന്യമായിട്ട് കിട്ടുമെന്ന് മനസ്സിലായി. പ്രതീഷ് സാറിന്റെ മൈക്ക് ഓണാന്ന് തോന്നുന്നു പ്രതീഷ് സാറേ. വേറെ ആയതുകൊണ്ടോ മൈക്ക് ഓണാ? ഓക്കെ. അപ്പോ അങ്ങനെ ആ ഒരു ചിന്ത എന്നെ ഒരുപാട് ആവേശത്തിലാക്കി എന്നുള്ളതാണ്. അപ്പൊ വലിയ സാറുടെ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, സാർ എനിക്ക് വർക്ക് ചെയ്യാൻ സമയമില്ല, എന്നെ വിട്ടേക്കും. എനിക്ക് സമയം വേണ്ടേ, എല്ലാത്തിനും ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ സമയം വേണ്ടേ, ആരോട് ബിസിനസ് സംസാരിക്കാൻ സമയം വേണ്ടേ. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് തിരക്ക് പിടിച്ച് ഓടുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ജിഷ നീ ഒരു ഐഡിയ അടിച്ചിട്ടോ, ഐഡിയ അടിച്ചിട്ട് കഴിഞ്ഞാല് ഞാൻ ഇനി കൊണ്ടുവരുന്ന പുതിയ പുതിയ ആളുകളൊക്കെ ഞാൻ നിന്റെ താഴത്താണ് പോസ്റ്റ് ചെയ്യുക. അപ്പൊ അതെനിക്ക് ഒന്നുകൂടി ഒരു ക്ലിക്കായി. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ വരുന്നത്? അല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 പേരെ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി വരുന്ന ആളുകളൊക്കെ താഴത്താഴത്ത് സ്പോൺസർ ചെയ്യണം. അതുകൊണ്ട് നീ ഒരു ഐഡിയ അടിച്ചിട്ടാല് നീ 6 മാസം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നീ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, നിന്റെ താഴത്ത് നീ പോലും അറിയാതെ ഒരു ടീം ഡെവലപ്പ് ആവും.
ആ ഒരു പോയിന്റ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐഡിയ അടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കനുസരിച്ച് ഈ കവചപ്രേഷൻ വേണമെന്നാണ്. കാരണം എനിക്ക് ഈ അലർജിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ എന്റെ വെനിസർ പറഞ്ഞു നമുക്ക് കവചപ്രേഷൻ എന്ന പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കവചപ്രേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ കവചപ്രേഷൻ ഉപയോഗിക്കാൻ തീരുമാനത്തിലെത്തി. അങ്ങനെ ഐഡിയ അടിച്ച് ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഐഡിയ അടിക്കുന്നത്. അങ്ങനെ ഐഡിയ അടിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഒരു ചിന്താഗതിയില്ല ഈ ബിസിനസ് ചെയ്യണമെന്ന് യാതൊരു എന്താ പറയാ തീരുമാനം എടുക്കാത്ത സമയമാണ്. അങ്ങനെ ബിസിനസ്സിൽ ഐഡിയ അടിച്ചു എന്നുള്ളതല്ലാതെ ഇനി അങ്ങോട്ടേക്ക് പ്രവർത്തിക്കണോ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഐഡിയ അടിച്ചു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള ഒരുപാട് ആളുകൾ എന്റെ ബിസിനസ്സിൽ വരും. എനിക്ക് ഭാവിയിൽ ബിസിനസ് ചെയ്താൽ മതി, ഈ ഒരു ചിന്താഗതി എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ഐഡിയ അടിച്ചു. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും അദ്ദേഹം വിളിക്കാൻ തുടങ്ങി. കാരണം എന്താ, ഐഡിയ അടിച്ചു കഴിഞ്ഞാലാണ് ശരിക്കും എന്താ പറയാ വെറുപ്പിക്കൽ തുടങ്ങി അല്ലെ. പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാവും, ഒന്നും ചെയ്യേണ്ട, വെറുതെ ഐഡിയ അടിച്ചാൽ മതി, നിന്നാ മതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ വരിക. പക്ഷെ ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലീഡർമാരെ വിളിക്കാൻ തുടങ്ങും. രാവിലെ മീറ്റിംഗ് കയറാൻ പറയും, GTSന് വരാൻ വേണ്ടി പറയും, ട്രെയിനിങ്ങിന് വരാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവമുണ്ട്. നിങ്ങൾക്ക് ആർക്കും അനുഭവമില്ല? എത്ര പേർക്ക് അനുഭവമുണ്ട്? പിന്നെ ഐഡിയ അടിച്ചതിന് ശേഷം കുടുങ്ങിയ എത്ര പേരുണ്ട് ഇല്ലേ? അയ്യോ ഐഡിയ അടിക്കണ്ടില്ലേന്ന് തോന്നിയ എത്ര പേരുണ്ട്? ഐഡിയ അടിച്ച് ഞാൻ അപ്പൊ വിളിയോടെ കോഴിക്കോട് നമ്മുടെ നളന്തയിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ട്, അവിടെ വെച്ച് മീറ്റിംഗ് തന്നെ വിളിക്കാതെ തുടങ്ങി. അവസാനം ഞാൻ പറഞ്ഞു സാറേ ഞായറാഴ്ചയാണ്, ഒറ്റ ആക്കുടി കിട്ടുന്നത് ഞായറാഴ്ചയാണ്, ഒരുപാട് കല്യാണങ്ങളുണ്ട്, ഈ കല്യാണത്തിനൊന്നും പോയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ എന്താണ് ചോദിക്കാൻ, അല്ല വിജീഷ കല്യാണത്തിന് പോയിട്ട് രക്ഷപ്പെട്ട ആളുടെ പേര് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, കല്യാണത്തിന് പോയിട്ട് രക്ഷപ്പെട്ടപ്പോ ആരാളുള്ളത്? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇല്ല, കല്യാണം കൂടിയിട്ട് രക്ഷപ്പെട്ട ആളെ ഞാൻ കണ്ടില്ല. അപ്പൊ അദ്ദേഹം പറയാണ് നീ കല്യാണം ഒഴിവാക്കിയിട്ട് മീറ്റിങ്ങിന് വരികയാണെങ്കിൽ മീറ്റിങ്ങിന് വന്ന് രക്ഷപ്പെട്ട കുറെ ആൾക്കാരെ എനിക്ക് കാണിച്ചു തരാം. അതോ അത് സംഭവം ശരിയാണ്. കാരണം മീറ്റിംഗ് സെന്ററിൽ പോയ സമയത്ത് സ്ഥിരമായിട്ട് മീറ്റിങ്ങിന് പോയിട്ട് ബിസിനസ് പഠിച്ച് മനസ്സിലാക്കി ലക്ഷങ്ങൾ വരുമാനം വാങ്ങിയ കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. എന്നാൽ കല്യാണത്തിന് പോയിട്ട് രക്ഷപ്പെട്ട ആരില്ലെന്ന്. അവിടെ ഒരു തീരുമാനം എടുത്തു, ഇനി അങ്ങോട്ടേക്ക് 3 കൊല്ലം ഒരു പരിപാടിയില്ല, ഇനി എല്ലാ പ്രോഗ്രാമും മൈ ലൈഫിന്റെ കൂടെയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ശക്തി എനിക്ക് കിട്ടിയതല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ശക്തി കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ശക്തി കിട്ടിയത് കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിലുണ്ടായി. കാരണം ഞാൻ കല്യാണത്തിന് പോകാറുണ്ട്, ഫംഗ്ഷൻസ് ഒക്കെ ഞാൻ പോകാറുണ്ട്, പോകുന്നില്ല എന്ന് പറയാനില്ല. കാരണം എന്താ, നമുക്ക് ബന്ധങ്ങൾ എപ്പോഴും ആവശ്യം അല്ലേ. അവരൊക്കെ നമുക്ക് ഭാവിയിൽ ബിസിനസ് കൊണ്ടുവരേണ്ടതാണ്, നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് ആ ബന്ധം ഒരിക്കലും നമ്മൾ കട്ടാവാൻ പാടില്ല. പക്ഷെ ആ കല്യാണത്തൊക്കെ ഞാൻ പോകുന്ന സമയത്തിന് വ്യത്യാസം വന്നു എന്നുള്ളതാണ്. കാരണം എനിക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് ശേഷമോ പ്രോഗ്രാമിന് മുന്നേ ഞാൻ എന്ത് പോകണം, ഈ ഫംഗ്ഷൻസ് ഒക്കെ പോകുള്ളൂ. നിങ്ങൾ എത്ര പേര് അങ്ങനെ ആയിട്ടുണ്ട്? നിങ്ങളെ മൈൻഡ് സെറ്റ് എത്ര പേര് അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ MI ലൈഫ് സ്റ്റൈലിന് ഫസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്ന എത്ര പേര് ഈ മീറ്റിങ്ങിലുണ്ട്? തമ്പയാവോ? ഒരു പ്രോഗ്രാം വരികയാണ്, ഒരു കല്യാണം വരികയാണ്, ആദ്യം പ്രോഗ്രാമിന് പോയിട്ട് കല്യാണത്തിന് പോകുന്ന എത്ര പേര് മീറ്റിങ്ങിലുണ്ട്? കുറെ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്, കുറെ ആൾക്കാർക്ക് ഭയങ്കര സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. സത്യമാണെന്നുള്ളത് പഠിച്ചവനറിയാം. ജീവിതത്തിൽ ഫസ്റ്റ് പ്രിഫറൻസ് മൈ ലൈഫിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആ പ്രിഫറൻസ് മൈ ലൈഫ് തരും എന്നുള്ളതാണ് എന്റെ ഒക്കെ അനുഭവമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് മൈ ലൈഫിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് മൈ ലൈഫ് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ പുതിയ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിന് അത് മനസ്സിലാവും. നമ്മൾ എത്രത്തോളം മൈ ലൈഫിനെ സ്നേഹിക്കുന്നോ, എത്രത്തോളം മൈ ലൈഫിൽ നമ്മൾ ലയിച്ച് പ്രവർത്തിക്കുന്നോ, അത്രത്തോളം മൈ ലൈഫ് നമുക്ക് തിരിച്ചു തരുന്നുള്ളതാണ്. ഉറപ്പാണ്, യാതൊരു സംശയമില്ല, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പല ആൾക്കാർക്കും സംശയത്തോട് കൂടിയിരിക്കും പല ആൾക്കാർ ഇരിക്കുന്നുണ്ടാവുക. മൈ ലൈഫ് ചെയ്യണോ, നിൽക്കണോ, പോണോ, അങ്ങനെ പല സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ ഈ മീറ്റിംഗിലുണ്ടോ എനിക്കറിയാം. അവിടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഗ്യാരണ്ടി എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 8 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. 9ാമത്തെ വർഷമാണ് ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏകദേശം 8 വർഷം കഴിഞ്ഞു. ഇപ്പൊ 8 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ എത്ര അധ്വാനം, നിങ്ങൾ എത്ര എഫേർട്ട് മൈ ലൈഫിൽ ഇട്ടോ അതിന്റെ 10 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നോ ഡൗട്ട്, ഒരു സംശയമില്ല, വേണ്ട. വേണമെങ്കിൽ നിങ്ങളൊരു അഗ്രിമെന്റ് കൊണ്ടുവരണമെങ്കിൽ, ഒരു സ്റ്റാമ്പ് പേപ്പർ കൊണ്ടുവരണമെങ്കിൽ ഞാൻ അതിൽ എഴുതി ഒപ്പിട്ട് തരാം. ഹലോ, നിങ്ങൾ എത്ര കഠിനാധ്വാനം, നിങ്ങൾ എത്ര എഫേർട്ട് നിങ്ങൾ മൈ ലൈഫിൽ ഇടുന്നോ അതിന്റെ 10 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പണിയിൽ വെള്ളം ചേർക്കരുത്. ഇന്ന് രാവിലെ മോർണിംഗ് മീറ്റ് കയറിയ ആൾക്കാരൊക്കെ തന്നെ ഇതിന് പറ്റിയ ആളുകളാണ്. കാരണം എന്താ, നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ആ ഉറക്കത്തെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കയറിയ ആളുകളാണ്. ആണോ അല്ലേ? ഇന്ന് കയറാത്ത ആളുകൾ അവരുടെ കംഫേർട്ട് സോണിലാണ്. എന്താണ്, മഴ, തണുപ്പ്, പുതപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു കംഫേർട്ട് സോണാണ്. ആണോ അല്ലയോ? ഈ കംഫേർട്ട് സോണിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ അന്ന് കയറാത്ത ആളുകൾ. എന്നാൽ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്ത ആളുകളാണ് ഇതിന്റെ മുന്നിലിരിക്കുന്നത്. യെസ് ഓർ നോ? അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു തമ്പ് കൊടുക്കപ്പാ. ഒരു സെൽഫ് കോൺഫിഡൻസ് വേണ്ടേ, ഒരു സെൽഫ് എസ്റ്റീം വേണ്ടേ?
ഞാൻ മോശക്കാരനല്ല, എനിക്കിത് പറ്റും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്റെ മുന്നിലിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു തമ്പ് കൊടുക്കുക എല്ലാവരും. സാറേ, നിങ്ങളെ ഉറക്കം നഷ്ടപ്പെട്ടാൽ പോരാ, നിങ്ങളെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 10 ഉറക്കം നഷ്ടപ്പെടുത്തണം. എന്നാലേ കഴിച്ചിലാവുള്ളൂ, എന്നാലേ വിജയിക്കുള്ളൂ. നമ്മൾ രാവിലെ നീച്ചിട്ട് കയറി നിന്നിട്ട് നമ്മൾ കുറെ കാര്യം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ഉറക്കം പോയിട്ടുണ്ടെങ്കിൽ കൂടെ വന്നവന്റെ ഉറക്കവും നിങ്ങൾ പോക്കണം. അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഹലോ, അപ്പൊ അതുകൊണ്ട് ഇനിയും കയറാത്ത ആരെങ്കിലും നിങ്ങൾ ടീമിലുണ്ടെങ്കിൽ വേഗം വിളിച്ച് കയറ്റിക്കോളി. ഞാനൊക്കെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഒരു ഉടുപ്പില്ലാതെ രാവിലെ 5:30 എണീച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ചോദിക്കും, അനക്ക് എന്തിന്റെ പ്രാന്താണ്, ഓരെങ്കിലും കിടന്നുറങ്ങിക്കോട്ടെ, എന്റെ ഉറക്കം എന്തായാലും പോയി. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഞാൻ സംഭവിക്കില്ല, ഞാൻ ഓരോ ഉറക്കം കൂടി പോകും. അങ്ങനെ ഉറക്കം പോയിക്കൊണ്ടാണ് ഞാൻ ഇന്ന് CTC റാങ്കിൽ എത്തിയത്. ഹലോ, അപ്പോ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാടെന്താണ്? നമ്മളെ ഉറക്കം പോയാൽ നമ്മളെ കൂടെ ഉള്ളവന്റെ ഉറക്കം പോകണം. ഹലോ, നമുക്ക് പ്രാന്ത് പിടിച്ചാൽ കൂടെ ഉള്ളവരെയും പ്രാന്താക്കണം, എന്നാലേ കഴിച്ചിലാവുള്ളൂ. അല്ലാതെ നമ്മൾ മാത്രം ഭ്രാന്തായിട്ട് വേണ്ടി കാര്യമൊന്നുമില്ല. അപ്പോ എല്ലാവരും നിങ്ങൾ ടീമിൽ ആരെങ്കിലും ഇനി കയറാൻ ബാക്കിയുണ്ടെങ്കിൽ വല്ല മിസ് കോളോ വോയിസ് കോളോ, ഞാനൊക്കെ കറക്റ്റ് കോളാ ചെയ്യാം. മിസ് കോൾ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം, ചില ആൾക്കാർക്ക് മിസ് കോൾ അടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ചിലർക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അല്ലെ? ഒരുപാട് കാറ്റഗറി നമ്മുടെ ടീമിലുണ്ട്. അപ്പൊ വിളിക്കേണ്ട ആളുകളെ വിളിച്ചോണ്ടേയിരിക്കണം. അങ്ങനെ വിളിച്ചിട്ടാണ് നമ്മൾ രാവിലെ മോർണിംഗ് മീറ്റിലേക്ക് ആൾക്കാരെ കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ ചെയ്യണം. അല്ലെ യാതൊരു മടി വിചാരിക്കണ്ട. നമ്മൾ എന്തിനാ അവനെ വിളിക്കുന്നത്? നമ്മൾ അവനെ വിളിക്കുന്നത് തമാശ പറയാനല്ല. നമ്മൾ രാവിലെ അവനെ വിളിക്കുന്നത് വെറുതെ എന്താ പറയാ, സമയം കളയാൻ വേണ്ടി, എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി അല്ല വിളിക്കുന്നത്. എന്തിനാ വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്ന സമയം നമുക്കൊരു ബോധം വേണം. എന്താ? അവനെ രക്ഷപ്പെടുത്താനാണ് ഞാൻ വിളിക്കുന്നത്, അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനാണ് ഞാൻ വിളിക്കുന്നത്. ഈ ഒരു തോന്നൽ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ തോന്നില്ല. വിളിക്കാൻ തോന്നുന്നോ? വിജയ് സാറെ വിളിക്കാൻ തോന്നുന്നോ? ധനലക്ഷ്മി മേഡം വിളിക്കാൻ തോന്നുന്നോ? നിങ്ങളുടെ ടീമിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത് അയ്യോ മോശമല്ലേ, രാവിലെ തന്നെ അവൻ കിടന്നുറങ്ങിക്കോട്ടെ, അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ തോന്നുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാ. അതല്ല, ഇത് വിജയിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അവന് വിജയിച്ചേ പറ്റൂ, അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ചെറിയ കുട്ടികളുണ്ടാവും. ഹലോ, 1ാം ക്ലാസ്സിലും LKGയിലും UKGയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവരൊക്കെ രാവിലെ 9 മണിയാകുമ്പോഴേക്ക് അവരെ സ്കൂൾ ബസ്സോ സ്കൂൾ വണ്ടിയൊക്കെ വരും, ശരിയല്ലേ? അപ്പൊ അവർ എത്ര മണിക്ക് വിളിക്കണം? നമ്മള് അവരൊരു 6 മണിക്കോ അല്ലെങ്കിൽ 6:30ക്കോ വിളിക്കേണ്ടി വരും. ചെറിയ കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വിളിക്കാൻ തോന്നുമോ? ഹലോ, പ്രവിത മേഡം ഞാൻ നോക്കുന്നുണ്ട്. പ്രവിത മേഡം തോന്നുമോ? നമുക്ക് ചെറിയ കുഞ്ഞു കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരെ വിളിക്കാൻ തോന്നൂല. അവർ കിടന്നുറങ്ങിക്കോട്ടെ, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. പക്ഷെ നമ്മൾ വിളിക്കും. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അവരങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ അവരെ ഭാവി എന്താവും? അവരെ ഭാവി വെള്ളത്തിലാവും. ശരിയാണോ തെറ്റാണോ? അപ്പൊ നമ്മൾ അവരെ ഭാവിക്ക് വേണ്ടി നമ്മൾ വിളിക്കും. അവരുടെ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറ. അവിടെ നമ്മൾ ഒന്നും നോക്കില്ല. എടാ നീക്കടാ, സ്കൂളിൽ പോകുന്ന സമയമായി, നീക്കി കുളിക്ക്, അല്ലെ? നമ്മൾ അവരെ നേരത്തെ വിളിക്കും. കാരണം എന്താ വെച്ചാൽ അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവൻ ഉറങ്ങേണ്ടി വരും. അവരുടെ ഭാവി സുരക്ഷിതമാവുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോഴാണ്. ആ വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്. യെസ് ഓർ നോ? അതേമാതിരി നമ്മളെ ടീമിന്റെ രക്ഷിതാവ് ആരാ? നമ്മുടെ ടീമിന്റെ രക്ഷിതാവ് ആരാ? നമ്മുടെ ടീമിന്റെ രക്ഷിതാവ് നമ്മളാ. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ പോലെയാണ്. അവര് വിളിച്ചാൽ വരില്ല, വിളിച്ചാൽ എണീക്കില്ല, വിളിച്ചാൽ മീറ്റിങ്ങിന് വരില്ല. ഇവരൊക്കെ നല്ല എന്താ പറയാ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതും പ്രോഗ്രാം എത്തിക്കേണ്ടതും നമ്മുടെ ഡ്യൂട്ടിയാണ്. കാരണം ടീമിന്റെ രക്ഷിതാവ് നമ്മളാണ്. യെസ് ഓർ നോ? സമ്മതിച്ചോ? അപ്പൊ അവിടെ നമ്മൾ വിളിക്കാൻ മടി കാണിച്ചാൽ, അവര് കയറിയില്ലെങ്കിൽ കയറണ്ടെന്ന് വിചാരിച്ചാൽ, അവർ വന്നിട്ടില്ലെങ്കിൽ വന്നില്ല എന്ന് വിചാരിച്ചാൽ, അവരുടെ ഭാവിയും കൂടെ നമ്മുടെ ഭാവിയും ഇല്ലാതാവും. ആർ യു റെഡി? അപ്പൊ നാളെ മുതൽ സാറേ എന്റെ ടീമിനെ മൊത്തം ഞാൻ വിളിക്കും. അവർ കയറിയാലും കയറിയില്ലെങ്കിലും വിളിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, വിളിക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. അങ്ങനെ പറയുന്ന എത്ര പേര് മീറ്റിങ്ങിലുണ്ട്? അങ്ങനെയാണെങ്കിൽ നാളത്തെ മീറ്റിംഗ് പ്രതീക്ഷ സാറ് നോക്കിക്കോ, 100 പേര് കവിയും. ഈ ഗൂഗിൾ മീറ്റ് അല്ലേ നടക്കുന്നല്ലേ? ഇത് ഗൂഗിൾ മീറ്റ് അല്ലേ? യെസ്. ഈ ഗൂഗിൾ മീറ്റിന്റെ പ്രത്യേകത എന്താ അറിയോ? 100 പേര് കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല. പറയണം മോനെ നേരത്തെ നീച്ച് കാരണം ഹൗസ്ഫുൾ ആയിപ്പോയി. ഹലോ, ഹൗസ്ഫുൾ ആയിപ്പോയി, കയറാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞങ്ങള്. അപ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവുക. ഇതെന്ത് എല്ലാവർക്കും എപ്പോഴും കയറി വരാം, അപ്പോൾ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നിയ മാതിരി ആയിരിക്കും. നിങ്ങൾ ഹൗസ്ഫുൾ ആക്കി കാണിച്ചു കൊടുക്കുക ടീമിന്. അപ്പൊ നേരത്തെ കയറിയില്ലെങ്കിൽ എനിക്ക് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റവർ മനസ്സിലാവും. ഇങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് സക്സസ് ഇല്ലാത്തത്. എവിടെ സക്സസ് ഉണ്ടാവും അവിടെ ഡിമാൻഡ് ഉണ്ടാവും. യെസ് ഓർ നോ? അവരുടെ പോയിന്റ് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ അതിന്റെ പണി ചെയ്യാം. കാരണം എന്താ, നമ്മൾ കൂട്ടത്തോടെ ചെയ്യുന്ന ബിസിനസ് ആണിത്.
നിങ്ങൾ മോർണിംഗ് മീറ്റ് കയറുന്നുണ്ടോ, നിങ്ങൾ FSS പങ്കെടുക്കുന്നുണ്ടോ, നിങ്ങൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ, അതല്ല വിഷയം. നിങ്ങളെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 എത്ര പേര് കയറുന്നുണ്ട്, അതാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. ഇത് 100% ഒരു ടീം വർക്കാണ്. യെസ് ഓർ നോ? ഇത് 100% ടീം വർക്ക് ആണോ? എത്ര പേര് വിശ്വസിക്കുന്നത് ടീം വർക്ക് ആണെന്ന്? ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കൂടെയുള്ള ആളുകളുടെ സമയവും എഫേർട്ടും ഒക്കെ നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ പറയുന്ന പേരാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ എഫേർട്ട് കിട്ടണമെങ്കിൽ അവർ വർക്ക് ചെയ്യണം. അവർ വർക്ക് ചെയ്യണമെങ്കിൽ അവർ ആക്റ്റീവ് ആവണം. അവർ ആക്റ്റീവ് ആവാത്തത് എന്തുകൊണ്ടാ? അവർക്ക് ഇതിന്റെ സ്കോപ്പ് അറിയില്ല. MILSയിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അവർക്ക് അറിയില്ല. MILSയിൽ പ്രവർത്തിച്ചാൽ എവിടെ എത്തുന്ന അവർക്ക് അറിയില്ല. MILSയിലൂടെ എന്ത് കിട്ടുന്ന അവർക്ക് അറിയില്ല. ഇത് അവരെ അറിയിക്കണമെങ്കിൽ അവരെ നിരന്തരമായി നമ്മൾ പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം. അതിന് നമുക്ക് എഫേർട്ട് എടുക്കേണ്ടി വരും. അതിന് നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടീം ആക്റ്റീവ് ആവും. ടീം ആക്റ്റീവ് ആയാൽ അവരുടെ സമയവും അവരുടെ എഫേർട്ടും നമ്മൾക്ക് കിട്ടും. അതിന് പറയുന്ന പേരാണ് ടീം വർക്ക്. ആര് റെഡി? അല്ലാതെ ടീം വർക്ക് ഒന്നും പറയാൻ പറ്റില്ല. പല ആൾക്കാർക്കും ടീം വർക്ക് ടീമാണെന്നൊക്കെ അറിയാം, പക്ഷെ എന്താ ടീം വർക്ക് എന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ അവരുടെ കഴിവും അവരുടെ സമയവും അവരുടെ ബുദ്ധിയൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ എഫേർട്ട് അങ്ങോട്ട് കൊടുക്കണം. ഇപ്പൊ എന്റെ ടീമിൽ 1000-ലധികം ആളുകൾ ഉണ്ടെങ്കിൽ ഈ 1000 ആളുകളും വർക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? ഹലോ? അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ടൈം ആദ്യം അങ്ങോട്ട് കൊടുക്കണ്ടേ? ഞാൻ കൊടുക്കണോ വേണ്ടേ? ഈ 1000 പേരെ ടീം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ ഒരു ദിവസത്തെ 10 മണിക്കൂറോ 12 മണിക്കൂറോ 16 മണിക്കൂറോ ഞാൻ അങ്ങോട്ട് കൊടുക്കണം. എന്നാലേ അവന്റെ ഒരു മണിക്കൂർ എനിക്ക് കിട്ടുള്ളൂ. പല ആൾക്കാരെ വിചാരം എന്താ അറിയോ? നമ്മൾ മൈ ലൈഫിൽ വന്നാൽ മതി. ഹലോ? മൈ ലൈഫിൽ വന്നിരുന്നാൽ മതി, നമുക്ക് നാളെ ഇങ്ങനെ കുറെ വർക്കിംഗ് അവർ കിട്ടും, നമുക്ക് ഒരുപാട് വരുമാനം കിട്ടും. ഹലോ? അങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത്. ഐഡിയ അടിച്ചിരിക്കുക, ഇപ്പൊ കിട്ടും ഒരിക്കലും കിട്ടൂല. കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അങ്ങോട്ട് കൊടുക്കണം. ആരെയും റെഡി? കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറില്ല ഇങ്ങോട്ട് കിട്ടൂല. ഞാനൊക്കെ ബിസിനസിന്റെ തുടക്കകാലത്തില് തുടക്കകാലം മുതൽ ഇന്നലെ വരെ, ഇന്നലെ എത്തിയത് 12 മണിക്കാണ് പുതിയ സാറേ. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് എത്തിയത് 12 മണിക്കാണ്. തൃശ്ശൂര്, ഗുരുവായൂര്, കുന്നംകുളത്തൊക്കെ ചെറിയ കുഞ്ഞു ടീമുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാനൊരു 10 മണിക്കൂർ ശരാശരി വർക്ക് ചെയ്യുന്നുണ്ട്. 10 മണിക്കൂറും 12 മണിക്കൂറൊക്കെ അധിക സമയങ്ങളിലും ഇന്നും വീട്ടിലെത്തുക ഒരു 12 മണിക്കാ. ഹലോ? അത് വീട്ടുകാർക്ക് ഒരു ശീലമായി മാറും. 12 മണി 11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുന്നത് വീട്ടുകാർക്കും അറിയാം. ആ സമയത്ത് എത്തുള്ളൂ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് വീട്ടുകാർക്കൊക്കെ അറിയാം. എന്തിനേയും കൂടി അമ്മ ചോദിച്ചാ, അനക്ക് മഴയല്ലടാ, കാറ്റല്ലേ, അനക്കിങ്ങനെ നേരത്തെ വന്നൂടെ? എന്ത് ചെയ്യാനാ? ശീലായി പോയി. ഇപ്പൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് 8 മണിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാല് കുട്ടികൾ ചോദിക്കും, അച്ഛൻ എന്തപ്പോ വന്നേ ചോദിക്കും. അവർക്ക് അത്ഭുതം 7 മണിക്കൊക്കെ വന്നാൽ. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഒരിക്കലും വഴി മാറിപ്പോയതൊക്കെ ചോദിക്കും പറ്റും. കാരണം എന്താ? നമ്മൾ അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ശീലമായിപ്പോയി. ചില ആൾക്കാർക്കോ 7 മണിക്ക് വീട്ടിൽ കയറിയിട്ട് ഒരു ശീലമായി പോയിട്ടുണ്ടാവും. 9 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 10 മണി നമ്മളെ കിടന്നുറങ്ങാൻ തന്നെ നമ്മളെ ശീല. ശരിയല്ലേ? ഈ ശീലം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകില്ല. ശീലങ്ങൾ മാറ്റണം. ഞാൻ ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ജെൻസ് ഇരിക്കുന്നുണ്ട്. ലേഡീസിന് ഇത് ബാധകമല്ല. ജെൻസ് രാത്രി 11 മണി ആവാതെ വീട്ടിൽ കയറാൻ പാടില്ല. കാരണം ഞങ്ങളൊക്കെ ബിസിനസിന്റെ അന്നും ഇന്നും ഞങ്ങളൊക്കെ തന്നെ ഒരു 11 മണിക്ക് ശേഷമേ വീട്ടിൽ കയറുള്ളൂ. ശരാശരി ഒരു 10, 12, 14 മണിക്കൂർ ഫീൽഡിൽ ഓടുന്നുണ്ടോ നിങ്ങൾ? ഒരു 3-4 കൊല്ലം കൊണ്ട് ടീം സെറ്റ് ആവും. നിങ്ങൾക്ക് പാസിംഗ് ഇൻകം കിട്ടും. അതല്ല നിങ്ങൾ ഇടവിട്ടാണോ ചെയ്യുന്നത്? നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂറിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്? നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം, അപ്പൊ ലേറ്റ് ആവും. അങ്ങനെ എഫേർട്ട് എടുത്ത് വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. തുടക്കത്തിൽ എൻജോയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, അല്ലെ? ഒരു സ്റ്റാറിനും റൂബിക്കും TCക്കും ATCക്കും DTCക്കും ഒന്നും വലിയ എൻജോയ്മെന്റ് ഉണ്ടാവില്ല. കാരണം എന്താ? എൻജോയ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ മറ്റേ സാധനം വരണം. എന്ത് വരണം? ജോർജ് കുട്ടി വരണം. ജോർജ് കുട്ടി ഉണ്ടാവില്ല. തുടക്കകാലത്ത് ഈ ബിസിനസ്സിലൊന്നും വരുമാനം ഉണ്ടാവില്ല. നമ്മൾ അധ്വാനം തന്നെ ബാക്കിയുള്ളൂ, അല്ലെ? നമ്മൾ ഈ ഓട്ടോയെ ബാക്കി ഉണ്ടാവുള്ളൂ. കടം വാങ്ങിയിട്ട് ഓടേണ്ടി വരും. വണ്ടിയിൽ എണ്ണ അടിക്കണം, അല്ലെ? ആളുകളെ കാണാൻ വേണ്ടി പോകണം, ട്രെയിനിങ്ങിന് കാണണം. ഈ വരുന്ന തിങ്കളാഴ്ച ഒരു ZTC ലീഡേഴ്സ് മീറ്റ് ഉണ്ട്, അതിന് ഫീസ് കൊടുക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന സമയമാണ്. ശരിയാണോ? ഈ ഫ്രസ്ട്രേഷൻ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ. ഹലോ? ഒരാൾ പോലും ഈ ബിസിനസ്സിൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കാത്തവരില്ല. എല്ലാവരും ആ കടമ്പ കഴിഞ്ഞു വന്ന ആളുകളാണ്. നിങ്ങൾ ഇരിക്കുന്ന റാങ്ക് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ശരിയാണോ തെറ്റാ? കാരണം എന്താ? ഞങ്ങൾ ആ വഴിയിലൂടെ പോയ ആളുകളാണ്. കല്ലും മുള്ളും നിറഞ്ഞ പ്രയാസപ്പെട്ട വഴിയിലൂടെ പോയി ഞങ്ങളിപ്പോ എന്താ പറയാ മലയുടെ മുകളിലെത്തിയ ആളുകളാണ്.
യെസ് ഓർ നോ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. മുന്നോട്ടേക്ക് വെച്ച കാലം നിങ്ങൾ ഒരിക്കലും പിന്നോട്ടേക്ക് വെക്കരുത്. ഇതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വേണം. നമ്മുടെ ലൈഫിൽ നമുക്ക് അതൊക്കെ വേണം. ഹലോ, നമ്മുടെ ലൈഫിൽ ഇത് വേണം. കാരണം എന്താ? ഇതൊന്നും നേടാതെ, ഒരു പ്രയാസം അനുഭവിക്കാതെ, ഒരു വിഷമം അനുഭവിക്കാതെ നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് 2-10 കിട്ടിയ എങ്ങനെ ഉണ്ടാവും? ഹലോ, നമ്മൾ അതിന് യോഗ്യനാണ് നമ്മൾ തെളിയിക്കണം. 2,10,000 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു യോഗ്യത, ക്വാളിറ്റി നമുക്കുണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങളെ കയ്യിലേക്ക് 2-10 വരും. അല്ലാതെ വരാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഹലോ, അതിന് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് നിങ്ങളൊരു പരുവത്തിലാവണം. അങ്ങനെ പരുവത്തിലായാലേ നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ പാടുള്ളൂ. അതല്ലാതെ കിട്ടി കഴിഞ്ഞാണല്ലോ നിങ്ങൾ നശിച്ചു പോകും. എന്റെ അഭിപ്രായം പറയുന്നത്. ഇവിടെ 2,10,000 കിട്ടിയവരൊക്കെ ഒരു പരുവത്തിലായ ആൾക്കാരാ. ശരിയാണോ തെറ്റാണോ? പരുവത്തിലായെന്ന് മനസ്സിലായോ? നിങ്ങൾ ഈ പുഴയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയിൽ നല്ല വെള്ളാരം കല്ല് കാണാം, അല്ല ഉരുണ്ട് കിടക്കുന്നത് കണ്ടുണ്ടോ? ആ വെള്ളാരം കല്ല് എങ്ങനെയാ ഉരുണ്ട് പോയത് നിങ്ങൾക്ക് അറിയോ? എങ്ങനെയാ അത് പരുവപ്പെടുന്ന? അത് കുറേ വർഷങ്ങളെടുത്ത് ഒരുപാട് വെള്ളം അതിന്റെ മുകളിൽ കൂടെ ഒഴുകി അതൊരു പരുവപ്പെടാറുണ്ട് അല്ലേ? അല്ല, അതിന്റെ ഷാർപ്പ്നെസ് ഒക്കെ പോയി, അതിന്റെ മൂർച്ചയൊക്കെ പോയി. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മുഖത്തൊക്കെ വെച്ച് ഇങ്ങനെ വരയ്ക്കുക. കാരണം എന്താ? നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒരു ഭാഗത്തും കട്ടിങ് ഉണ്ടാവില്ല. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ വെള്ളാരങ്കല്ലിനെ പോലെ ആരാവണം? നമ്മളാവണം. അതിന് നമ്മൾ ഒരുപാട് ഒഴുകാനുണ്ട്. ആ ഒഴുകാൻ നിങ്ങൾ തയ്യാറാണോ? ഹലോ, മൈ ലൈഫിൽ നിങ്ങളൊരു 3-4 കൊല്ലം നിങ്ങൾ ഒഴുകി കഴിഞ്ഞാണല്ലോ, നിങ്ങൾ വെള്ളാരങ്കല്ല് പോലെ സ്മൂത്ത് ആവും. എല്ലാവരും നിങ്ങൾ എടുത്ത് ഇങ്ങനെ താലോലിക്കും. നിങ്ങൾക്ക് ഭയങ്കര റെസ്പെക്ട് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് ബഹുമാനം കിട്ടും. കാരണം എന്താ? നിങ്ങൾ സ്മൂത്തായി, നിങ്ങൾ ഒരുപാട് പരുവപ്പെട്ടു. ഹലോ, പരുവപ്പെടുന്നവർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അങ്ങനത്തെ ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പരുവപ്പെടാൻ തയ്യാറാണോ? ഒഴുകണം. നിങ്ങൾ ടീമിന്റെ കൂടെ ഒഴുകണം. നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങണം. വ്യത്യസ്തമായ ആളുകളെ കാണണം. വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ലീഡർ ഉണ്ടാവുന്ന എവിടുന്നാ? ഇന്ന് മോർണിംഗ് മീറ്റിംഗ് കയറി, വൈകുന്നേരം ഈവനിങ് മീറ്റിംഗ് കയറി, നാളെ GTSന് പോയി. മീറ്റിംഗിന് പോയാൽ ലീഡർ ആവൂല. മീറ്റിംഗ് നല്ല ലീഡർമാരുണ്ടാവുന്നത്. എവിടുന്ന ലീഡർമാരുണ്ടാവുന്നത്? ഫീൽഡിൽ നിന്നാണ്. ഹലോ, ലീഡേഴ്സ് എവിടുന്ന ഉണ്ടാവുന്നത്? നമ്മൾ ലീഡർ ആവുന്നത് എവിടുന്ന? മീറ്റിംഗിൽ കയറുമ്പോഴല്ല, പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ ലീഡർ ആവില്ല. ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ വേണം. നല്ല ട്രെയിനർ ആവണമെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ വേണം. ഹലോ, അപ്പൊ അനുഭവങ്ങൾ എവിടുന്നാ കിട്ടുക? അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളണം. എങ്ങോട്ട് ഇറങ്ങണം? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം, സമൂഹത്തിലേക്ക് ഇറങ്ങണം, ഫീൽഡിലേക്ക് ഇറങ്ങണം. അവിടെയാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ വിജയം കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ ലീഡർഷിപ്പ് കിടക്കുന്നത്. ഹലോ, അവിടെയാണ് നമ്മൾ റാങ്ക് കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ വീട് കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ കാറ് കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ട്രിപ്പ് കിടക്കുന്നത്. എല്ലാം കിടക്കുന്നത് ഫീൽഡിലാണ്. മീറ്റിംഗ് കയറിയ ഒന്നും കിട്ടില്ല. മീറ്റിംഗ് കയറിയ കുറച്ച് അറിവ് കിട്ടും. ഞാൻ എങ്ങനെയൊക്കെ പോകണം, എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള അറിവാണ് ഇന്ന് കിട്ടുക, നമ്മുടെ പ്രോഗ്രാം ഇന്ന് കിട്ടുക. ഹലോ, അപ്പൊ ഇന്ന് മോർണിംഗ് മീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? മോർണിംഗ് മീറ്റ് കഴിഞ്ഞാൽ അപ്പം ഇറങ്ങിക്കോണം. കുളിക്കാത്തതുണ്ടെങ്കിൽ വേഗം പോയിട്ട് കുളിച്ചിട്ട് ഇറങ്ങിക്കോണം. ചായ കുടിക്കാത്തതുകൊണ്ട് വേഗം ചായ കുടിച്ച് ഇറങ്ങിക്കോണം. ഒരു സെക്കൻഡ് പോലും വീട്ടിലിരിക്കാൻ പാടില്ല. ഹലോ, എന്തുകൊണ്ടാ? പല ആളുകളും വീട്ടിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി. എല്ലാം മോനെ, ഈ രാവിലെ മീറ്റിങ്ങിന് കയറും, രാത്രി മീറ്റിങ്ങിന് കയറും, പിന്നെ കുറ്റ്യാടി മീറ്റിങ്ങിന് പോവും, കോഴിക്കോട് മീറ്റിങ്ങിന് പോവും, എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി പല ആൾക്കാരോടും. ശരിയാണോ തെറ്റാണോ? മീറ്റിങ്ങിന് ഒരു കുറവുമില്ല, ഫുൾ ടൈം മീറ്റിംഗ് ആണ്. പക്ഷെ ഒരു 10 രൂപ ചോദിച്ചാൽ എടുക്കാനില്ല. എന്താ ചെയ്യാ? ഹലോ, അപ്പോ പണി എവിടെയാ കിടക്കുന്നത്? പണി കിടക്കുന്നത് ഫീൽഡിലാണ്. പ്രതീഷ് സാറേ, കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നതുകൊണ്ട്? ചില സമയത്ത് ഞാൻ യാഥാർത്ഥ്യം പറയും. യാഥാർത്ഥ്യം പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം എന്താ? രാവിലെ വൈകുന്നേരം ഒന്നും മീറ്റിംഗിൽ കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഫീൽഡിൽ എത്ര സമയം പണിയെടുക്കുന്നുണ്ട്? നിങ്ങൾ ഡെയിലി എത്ര പേരെ കാണുന്നുണ്ട്? നിങ്ങൾ എത്ര പേർക്ക് ഡെയിലി പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്? ഒരാഴ്ച ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഇന്നലെ വെള്ളിയാഴ്ച അല്ലെ, ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത സമയത്ത് എത്ര പേര് ഇൻകം വാങ്ങിയിട്ടുണ്ട്? യഥാർത്ഥ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് ബെന്നി സാറെ മോട്ടിവേഷൻ അല്ല, ബുബീൻ സാറെ മോട്ടിവേഷൻ അല്ല, അത് ശ്രീധര സാറെ മോട്ടിവേഷൻ അല്ല, അത് ശൈലേഷ് ബാലൻ സാറെ മോട്ടിവേഷൻ അല്ല, അത് വിജീഷ് വിജയന്റെ മോട്ടിവേഷൻ അല്ല, അത് നിങ്ങളുടെ വരുമാനമാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് 5 ആഴ്ച അടുപ്പിച്ച് വരുമാനം ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ഹലോ,
എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ മോർണിംഗ് മീറ്റ് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് പല ആളുകളും മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആർക്കൊക്കെ വരുമാനമുണ്ട്, ആർക്കൊക്കെ വരുമാനമില്ല. ഹലോ, നിങ്ങളോട് പറയണ്ട. ഒരു 3-4 കൊല്ലം അടുപ്പിച്ച് നിങ്ങൾ മൈ ലൈഫ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു മനഃശാസ്ത്രജ്ഞനായി മാറും. വളരെ സീരിയസ് ആയിട്ട് പറയാം. ഞാനൊക്കെ ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അയാൾ മീറ്റിങ്ങിൽ ഉണ്ടോ, അയാളെ മനസ്സ് മീറ്റിങ്ങിൽ ഉണ്ടോ, അയാളെ ശരീരം മാത്രമേ മീറ്റിങ്ങിൽ ഉള്ളപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താ? എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ 5 കൊല്ലം നിങ്ങൾ മൈ ലൈഫ് ചെയ്ത് നോക്കിയേ, നിങ്ങൾ അടിപൊളി ആളായി മാറും. ഒരാളെ കാണുന്ന സമയത്ത് മനസ്സിലാവും ഇവൻ പോസിറ്റീവ് ആണോ, ഇവൻ നെഗറ്റീവ് ആണോ, എന്റെ കയ്യിലിരിപ്പ് എന്താണ്, ഉടായ്പാണോ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പോലീസുകാർ മാറിയാവും. പോലീസുകാർ എങ്ങനെയാണല്ലോ, പോലീസുകാർക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവും. അതേമാതിരിയാവും മൈ ലൈഫിൽ ലീഡർമാർ. അതുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടോ, വരുമാനമില്ലേ, നിങ്ങൾ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണോ, നിങ്ങൾ ഇപ്പൊ പോവാന്നൊക്കെ നമുക്ക് ഇപ്പൊ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, എല്ലാം കിടക്കുന്നത് ഫീൽഡാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുവോ, രാവിലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫുഡാണ് അല്ലെ, ശരിയല്ലേ? രാവിലെ എത്ര പേര് ചായ കുടിച്ചു? ചായ കുടിച്ചോ എല്ലാരും? ബ്ലാക്ക് ടീ കുടിച്ചോ? കാശ്മീരി കവ എത്ര പേര് കുടിച്ചു? കാശ്മീരി കവ, കാശ്മീരി കവ നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ചായയൊക്കെ ഒഴിവാക്കിയിട്ട് കാശ്മീരി കവയാക്കാം. നമ്മളിൽ നിന്നും തുടങ്ങേണ്ട മാറ്റങ്ങൾ. നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പോകുന്നതിന് മുന്നേ ആദ്യം ഞാനൊരു കാശ്മീരി കവ കുടിച്ചിട്ട് എല്ലാവരും പറയും കാശ്മീരി കവ സൂപ്പറാണ്, അത് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് വരും, ആന്റി ഓക്സിഡന്റ് കിട്ടും. ആന്റി ഓക്സിഡന്റ് കിട്ടിയാൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആവും, നമുക്ക് ഭാവിയിൽ അസുഖങ്ങളൊന്നും വരില്ല. അപ്പൊ ചായ ഒഴിവാക്കിയിട്ട് നേരെ കാശ്മീരി കവയിലേക്ക് മാറും. അപ്പൊ എത്ര പേര് കുടിച്ചു രാവിലെ? എല്ലാവരും കുടിച്ചു എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ രാവിലെ ചായ കുടിക്കുന്നത് എന്തിനാ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്തിനാ? രാവിലെ നമ്മൾ ചായ കുടിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാ. യെസ് ഓർ നോ? ശരിയല്ലേ? നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടെങ്കിലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ? നമുക്ക് ആളുടെ സംസാരിക്കണം, നമുക്ക് പോകണം നടക്കാൻ നമുക്ക് നല്ല എനർജി വേണം. അതിനാണ് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുന്നത്. എന്നാൽ രാവിലെ മോർണിംഗ് മീറ്റ് കിടന്നത് എന്തിനാ? ഹലോ, അതെന്ത് ഫുഡാ? ആ ഫുഡിന് പറയുന്ന പേരാണ് മൈൻഡ് ഫുഡ്. നമ്മുടെ ശരീരത്തിന് മാത്രം എനർജി കിട്ടിയാൽ പോരാ, എവിടെയും കൂടെ എനർജി കിട്ടണം, നമ്മുടെ മനസ്സിന് എനർജി കിട്ടണം. വേണോ വേണ്ടയോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ നമ്മുടെ മൈൻഡ് എന്താണ്? പവർഫുൾ ആവണം. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് നല്ല പവർഫുൾ ആവണം. ഈ മൈൻഡ് പവർഫുൾ ആയില്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ എത്ര പേര് മൈൻഡ് പവർഫുൾ ആവണം? നമ്മളെല്ലാവരുടെയും ടീം മൈൻഡ് സൂപ്പർ ആവണം. അതിനു വേണ്ടിയാണ് നമ്മൾ രാവിലെ മോർണിംഗ് ഇവന്റിൽ കയറുന്നത്. ഹലോ, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് എനർജി കിട്ടുന്ന മാതിരി നമ്മൾ രാവിലെ മോർണിംഗ് മീറ്റ് കയറിയാൽ നമ്മുടെ മൈൻഡിന് എനർജി കിട്ടണം, കിട്ടിയേ പറ്റൂ. ഈ എനർജി എന്ത് ചെയ്യണം? ഈ എനർജി വൈകുന്നേരം ആകുമ്പോഴേക്ക് റിസൾട്ട് ആക്കി മാറ്റണം. രാവിലെ മോർണിംഗ് മീറ്റ് കയറി, സാറേ സൂപ്പർ ആയിരുന്നു സാറേ, ഇന്നത്തെ മോർണിംഗ് മീറ്റ് ഉണ്ടല്ലോ കിടിലായിരുന്നു, സൂപ്പർ ആയിരുന്നു. പല ആളുകളുടെയും റിവ്യൂ ആണ്. വൈകുന്നേരം ആകുമ്പോൾ വല്ലതും നടന്നോ? ഇല്ല സാർ, എന്നൊന്നും നടന്നില്ല, ഇന്നൊന്നും ചെയ്യാൻ പറ്റും, ഇന്ന് ഫുള്ള് വീട്ടിൽ ഫുള്ള് മഴയാണ് സാർ. അപ്പൊ രാവിലെ മോർണിംഗ് മീറ്റ് കയറി എന്തിനാ? ഈ എനർജി എവിടെ പോയി? ഈ എനർജി വേസ്റ്റ് ആയി. ബിബി സാറേ ശരിയല്ലേ? രാവിലെ കിട്ടുന്ന എനർജി എന്ത് ചെയ്യണം? നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് മോർണിംഗ് മീറ്റ് കയറി സൂപ്പർ ആയിരുന്നു, ഫുൾ ചാർജ് ആണ്. ഈ ചാർജ് നിങ്ങൾ എവിടെ കൊടുക്കണം? നിങ്ങൾ ഫീൽഡിൽ കൊടുക്കണം. ഫുള്ള് ചാർജ് ആയിട്ട് വീട്ടിൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറ, ഒരു കാര്യമില്ല. അപ്പൊ എവിടെയാ കിടക്കുന്നത്? നമ്മുടെ എല്ലാം കിടക്കുന്നത് എവിടെയാ? ഫീൽഡാണ്. അപ്പൊ എല്ലാവരും വേഗം ഇറങ്ങിക്കോളുക. നല്ല ദിവസമാണ് ഇന്ന്, ഫീൽഡിൽ പോകാൻ പറ്റിയ നല്ല ദിവസമാണ്. കാരണം എന്താ? ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പൊ നാളെയോ? നാളെ അതിലും നല്ല ദിവസമാണ്. നാളെ ഞായറാഴ്ചയാണ്. അതോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലീവാക്കി വീട്ടിലിരിക്കുന്ന ദിവസമാണ്. മാക്സിമം നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക. അപ്പൊ നമ്മുടെ എല്ലാ സക്സസും കിടക്കുന്നത് ഫീൽഡാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത, അതായത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ടൈം ഫ്രീ. ഞാൻ ആദ്യം മലേഷ്യ പോയ ട്രിപ്പാണ്. ഫസ്റ്റ് ആയിട്ട് ഞാൻ മൈ ലൈഫിന്റെ കൂടെ ഞാൻ മലേഷ്യയിൽ പോയ ഫോട്ടോസ് ആണ്. എന്റെ അപ്ലൈൻ ലീഡേഴ്സും എന്റെ ഡൗൺലൈൻ ലീഡേഴ്സും അതേമാതിരി മുബീൻ മുഹമ്മദ് സാർ, സജി പാറക്കൽ സാറിനൊക്കെ ഈ മൈ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സിനൊക്കെ നേരിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയത് മൈ ലൈഫിന്റെ കൂടെയാണ്. ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ പ്രാന്താക്കാൻ തരാൻ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് പ്രാന്ത് പിടിക്കണം. ഇതൊക്കെ നിങ്ങൾക്കും പറ്റിയതാണ്, എനിക്ക് മാത്രം പറ്റിയതല്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ വേണം. എന്നെ എന്റെ ലീഡർമാർ മോട്ടിവേറ്റ് ഉണ്ട്. വലിയ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഥ പറയും, ഫോറിൻ ട്രിപ്പ് പോയ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രാന്ത് കയറി ഞാൻ ഓടി പിടിച്ച് ഞാനും വിന്നായി. ഹലോ, അങ്ങനെയാണ് എനിക്കും പോകാനുള്ള ആവേശം കിട്ടിയത്. അപ്പൊ ഈ ഒരു ഫോട്ടോസ് കാണിക്കാൻ എന്താ വെച്ചാൽ നിങ്ങൾക്കും ആവേശം ഉണ്ടാവണം. ഫോട്ടോ കാണിച്ചിട്ടും ഇത് വിജയ് സാറ് പോയതല്ലേ അങ്ങനെ വിചാരിക്കണ്ട. നാളെ എനിക്കും ഇത് പോകാനുള്ളതാണെന്ന ബോധത്തോടു കൂടി നിങ്ങളിത് കാണും. എത്ര പേര് വിന്നാവും? ഇനി അടുത്തൊരു ഫോറിൻ ട്രിപ്പ് കമ്പനി വെച്ചാൽ എത്ര പേര് വിന്നാവും? എത്ര പേർക്ക് അത് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട്? സാറേ, സാറിന്റെ ഫോട്ടോ അല്ല സാറേ, ഞങ്ങളെ ഫോട്ടോ കാണിക്കും സാറേ, അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട് മീറ്റിങ്ങിൽ?
അങ്ങനെ പറയാൻ പറ്റുമോ? അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ. ഒരു സാധാരണ ഫാമിലി ജനിച്ച് എന്നെ സംബന്ധിച്ച് ഒരു വിദേശ ട്രിപ്പ് പോവുക, അവിടെ 7 സ്റ്റാർ ഹോട്ടൽ താമസിക്കുക, അവിടുത്തെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കിൽ പോവുക, ലോകത്ത് കിട്ടാത്ത ഏറ്റവും നല്ല ഫുഡ് കഴിക്കുക, ഏറ്റവും നല്ല ഹോട്ടൽ താമസിക്കാതൊക്കെ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര അനുഭവമാണ്. ജീവിതത്തിൽ വേറെ എന്താ പറയുക, എന്തോന്നും സ്വർഗം കിട്ടിയ പോലെയാണ്. നമ്മുടെ MBA കാണുക, MBA പരിചയപ്പെടുക, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് മൈ ലൈഫിലൂടെ കിട്ടിയത് ഈ സമയത്താണ്. ഹലോ. അപ്പൊ അതുകൊണ്ട് ഇതാണ് എന്റെ ഒരു ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് ഈ ബിസിനസ്സിലൂടെ ഫസ്റ്റ് ഞാൻ 4 വീലർ വാങ്ങിയത് മൈ ലൈഫിന്റെ കൂടെയാണ്. എന്റെ ഫസ്റ്റത്തെ കാറാണ് ഇത്. മാരുതി ഓൾട്ടോ 800 എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാറിലാണ് എന്റെ ബിസിനസ് ലൈഫ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഒരു സെക്കൻഡ് ഹാൻഡ് സ്പ്ലെൻഡർ ബൈക്കിലാണ് ഞാൻ കടന്നു വന്നത്. ഇങ്ങനെ ഒരു വണ്ടി ഇറക്കി. ഈ ഒരു വണ്ടിയിലാണ് ഞാൻ ടീമിനെ ബിൽഡ് ചെയ്തത്. ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടിയാട്ടത്. കാരണം നല്ല മൈലേജ് ഉണ്ട്, ഏത് ഇടവഴി കൂടി കൊണ്ടുപോകാം. അപ്പൊ ഒരു ഫീൽഡ് വർക്കിന് പറ്റിയ വണ്ടിയാണ്. അപ്പൊ ആദ്യം വാങ്ങുന്ന ആളുകളൊക്കെ ചെറിയ വണ്ടികൾ വാങ്ങി തുടങ്ങുക. നമുക്ക് ഒരുപാട് ഫീൽഡ് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് എന്റെ ബിസിനസ് ലൈഫ് ആരംഭിച്ചത്. എന്തായാലും ഈ ബിസിനസ് വളരെ ശക്തമായിട്ട് ചെയ്യാൻ എന്നെ സഹായിച്ചത് ഈ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ആഴ്ചയിൽ 2,10,000 രൂപ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ആ പോസ്റ്റർ കാണുന്നുണ്ടാവില്ലേ, 2,10,000 പോസ്റ്റ് കാണുന്നുണ്ടാവില്ലേ. ഇതേമാതിരി നിങ്ങളുടെ പോസ്റ്റ് വരണം. അതിനാണ് ഞാൻ ഈ പോസ്റ്റ് കാണിച്ചത്. ആ ഫോട്ടോ എന്റെ ഫോട്ടോയ്ക്ക് പകരം നിങ്ങളുടെ ഫോട്ടോ ആവണം. അതൊക്കെ നിങ്ങൾ മൈൻഡിൽ നിങ്ങൾ സ്വപ്നം കാണും. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 436ാമത്തെ വീക്കിൽ എനിക്ക് എന്ത് കിട്ടി? ആഴ്ചയിൽ 2,10,000 കിട്ടി. എന്റെ ടീമിലുള്ള ആളുകൾക്കും 2,10,000 കിട്ടി. LPC എന്ന് പറയുന്ന റാങ്ക് കഴിഞ്ഞു. ഇപ്പൊ CPC റാങ്കിലാണ്. ഇന്ന് പെർഫോമൻസ് ബോണസ് എല്ലാം അച്ചീവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നത്, എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയിരിക്കും, യാതൊരു സംശയം ഉണ്ടാവില്ല. ടൈം ഫ്രീഡും മണി ഫ്രീഡും കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ തുടക്കക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഞങ്ങളത് അനുഭവിക്കുന്നുണ്ട്. മണി ഫ്രീഡും ടൈം ഫ്രീഡും ഒക്കെ ഇപ്പൊ ഓൾറെഡി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബിസിനസിന്റെ തുടക്കക്കാർക്ക് കിട്ടുന്ന കാര്യമില്ല. ഈ ബിസിനസ്സിൽ പിടിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ടൈം ഫ്രീഡം, മണി ഫ്രീഡം. എന്ത് കിട്ടുന്ന പല ആൾക്കാർക്കും അറിയില്ല. എന്താണ് ടൈം ഫ്രീഡം? നമ്മളെ ആസ്വദിച്ച് ജീവിക്കാനുള്ള സമയവും നമുക്ക് അതിന് വേണ്ട സമ്പത്തും കിട്ടുന്നതിന് പറയുന്ന പേരാണ് ടൈം ഫ്രീഡം ആൻഡ് മണി ഫ്രീഡം. ഇത് ഏത് മേഖലയാണ് കിട്ടുക? സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏത് മേഖലയാണ് കിട്ടുക? നമുക്ക് ഒരുപാട് പഠിപ്പ്, നമുക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിൽ നമുക്ക് പല മേഖലയുണ്ട്. പക്ഷെ മൈ ലൈഫിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് 90% സാധാരണക്കാരാ. സാധാരണക്കാരന് ഭാവിയിൽ ടൈം ഫ്രീഡും മണി ഫ്രീഡും കിട്ടാൻ ഒറ്റ മേഖലയേ ഉള്ളൂ. അത് MILAC മാത്രമാണ് അല്ലെ. നോമിനേഷൻ ഫെസിലിറ്റി ഏറ്റവും വലിയ കാര്യമല്ലേ? ആലോചിച്ച് നോക്കി. കാരണം നമ്മുടെ കഴിവും നമ്മുടെ ആരോഗ്യം നശിച്ചു പോയാല്, നമ്മളില്ലാതെ പോയാൽ നമ്മുടെ ഫാമിലിക്ക് എങ്ങനെയാ വരുമാനം കിട്ടുക? ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് നല്ലൊരു ടീമിനെ സെറ്റാക്കി നോക്കിയേ. ഒരുപാട് ആളുകൾ ഇന്ന് നോമിനേഷൻ ഫെസിലിറ്റി കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഒരുപാട് ഫാമിലി ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പുതിയ ആൾക്കാർക്ക് വേണ്ടി അതൊക്കെ ഞാൻ പറയുന്നു അല്ലെ. പിന്നെ ഒരുപാട് റെക്കഗ്നൈസേഷൻ കിട്ടുന്നത്. ആലോചിച്ച് നോക്കി. ഇന്നിപ്പോ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചത്? ഞാൻ അച്ചീവർ ആയതുകൊണ്ടല്ലേ വിളിച്ചത്? ആണോ അല്ലയോ? ഞാൻ ഈ ബിസിനസ്സിൽ വിട്ടുപോയാലും നിങ്ങൾ വിളിക്കുമോ? സാർ എന്തുകൊണ്ട് വിട്ടുപോയി ഇത് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും വിളിക്കുമോ? ഇല്ലേ സാറേ? ഇല്ലല്ലോ. ഞാൻ അച്ചീവറായി അല്ലേ. ഞാൻ അച്ചീവർ ആയതുകൊണ്ട് മാത്രമേ വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫ്രണ്ട്സിന് നമുക്ക് കിട്ടും, അല്ലെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ബിസിനസ് കിട്ടും. അതിന് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വിശ്വസിക്കണം. കമ്പനിയിൽ വിശ്വസിക്കണം, പ്രൊഡക്റ്റിൽ വിശ്വസിക്കണം, ഇൻകം പ്ലാനിൽ വിശ്വസിക്കണം, ടീമിൽ വിശ്വസിക്കണം. എന്തൊക്കെ നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ നിർത്താം. ഈ ബിസിനസ്സിലൂടെ നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് പണികളുണ്ട്. ആ പണികൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഞാനൊക്കെ ആദ്യം ചെയ്ത പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 2 വർഷം 3 വർഷം ഞാൻ ഫീൽഡിൽ കിടന്ന് മരിച്ച് ഒരു ടീമിനെ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു ടീം ബിൽഡിംഗ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്, ഒരുപാട് റീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര പേരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, എത്ര പേരെ ഐഡിയ അടിക്കുന്നുണ്ട്? ഇതാണ് നിങ്ങൾ ടീം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ആ ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. ആ ലിസ്റ്റിലെ ആളുകളെ ഹോം മീറ്റിംഗിലേക്ക് വിളിക്കേണ്ടി വരും. ആ ലിസ്റ്റിലെ ആളുകളെ GTSലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എനിക്ക് പുതുതായിട്ട് ഒന്നും പഠിപ്പിക്കാനില്ല. കാരണം എന്താ, ആവർത്തനങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളുടെയും ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ അല്ലേ. അല്ലാതെ ഇപ്പൊ പുതുതായിട്ട് എന്ത് പഠിപ്പിക്കാൻ ഒന്നും പഠിപ്പിക്കാനില്ല. അപ്പൊ ഞാൻ ചെയ്ത കാര്യം നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ 1-2 വർഷം എന്ന് പറയുന്നത് മാക്സിമം ആളുകളെ പ്രോസ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. മാക്സിമം ആളുകളെ ലിസ്റ്റ് ചെയ്തിട്ട് അവരെ നിങ്ങൾ പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റാന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ടും എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനില്ല. പല ആളുകളും സ്റ്റാർ ആയി കഴിഞ്ഞാലും, റൂബി ആയി കഴിഞ്ഞാലും, TC ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവരവരുടെ കാര്യം കാണുന്നില്ല, ആരും പ്രോസ്പെക്ട് ചെയ്യുന്നില്ല, ലിസ്റ്റ് ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ടീം താഴോട്ട് പോകുന്നത്.
ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും വിചാരിക്കരുത്. പല ആളുകളും വിചാരിക്കുക എന്താണ് DC ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ടീമിനെ ഡെവലപ്പ് ചെയ്താൽ മതി. അല്ല, നമ്മുടെ റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നില്ല. റിക്രൂട്ട്മെന്റ് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാനാണ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ പണി എന്ന് പറയുന്നത് ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ നല്ല ലിസ്റ്റ് വേണം. രണ്ടാമതായിട്ട് നിങ്ങൾ മാക്സിമം ഹോം മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യണം. നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് മാസം ഓരോ ഹോം മീറ്റിംഗ് വെക്കാം. ഇനി യാതൊരു തടസ്സമില്ല. പല ആൾക്കാരും ബിസിനസ്സിൽ വന്ന സമയത്ത് വെക്കുന്നൊരു ഹോം മീറ്റിംഗ് ആണ്, പിന്നെ ഹോം മീറ്റിംഗേ വെക്കുന്നില്ല. ശരിയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ ആ ബിസിനസ്സിൽ വന്ന സമയത്ത് നിങ്ങൾ ലീഡേഴ്സ് പറഞ്ഞ സമയത്ത് വെച്ച ഹോം മീറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വെക്കുന്ന ഹോം മീറ്റിംഗ് ആണോ റിസൾട്ട് കൂടുക? ഹലോ, അതെന്തുകൊണ്ടാ? കാരണം എന്താ? ഇപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ആയി, നമുക്ക് നോളജ് ആയി, നമുക്ക് ഈ ബിസിനസിനെ പറ്റി നല്ല കാര്യങ്ങൾ എല്ലാം അറിയാം, നമ്മൾ അച്ചീവ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഹോം മീറ്റിംഗ് വെക്കുന്നില്ല. മുന്നോട്ട് വന്നാണ്ടല്ലോ ഈ മാസം നമ്മുടെ ബിസിനസ് എവിടെ എത്തും അറിയാം. കാരണം ഒരു ഹോം മീറ്റിംഗ് നടന്നാൽ മാത്രമേ ടീം ആക്റ്റീവ് ആവുകയുള്ളൂ. ഒരു ഹോം മീറ്റിംഗ് നടന്നാൽ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും. കാരണം എന്താ, ഒരു ഹോം മീറ്റിംഗിൽ ശരാശരി 5 പേര് വന്നാൽ ഈ 5 പേരെ ഫോളോ അപ്പ് ചെയ്യണ്ടേ? അപ്പൊ വർക്കായി. പല ആൾക്കാർക്ക് വർക്കൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ടിരിക്കുക. എന്താ സാറേ വർക്ക്? എന്ന് എവിടെയും പോകാല്ലേ സാർ, ഇന്ന് ഫുൾ ഫ്രീ ആണ്. അപ്പൊ അതിന്റെ ഫോളോ അപ്പ് ആയി, അതിന്റെ റീഫോളോ അപ്പ് ആയി ഒരുപാട് വർക്കുകൾ ടീമിൽ വരും. നമ്മൾ എപ്പോഴാണ് നമ്മൾ ചലിക്കുന്നത്, ഈ ചലിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്താവുള്ളൂ, നമ്മൾ ചാർജ് ആവുള്ളൂ. നമ്മൾ ചലിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താവും, നെഗറ്റീവ് ആവും. അപ്പൊ നമ്മൾ എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നാ പറയുന്നത്. ഈ പ്രവർത്തനം നമ്മൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെ നമ്മൾ എന്താവും, ഇനാക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മനഃപൂർവ്വം നമ്മൾ വർക്ക് ഉണ്ടാക്കണം. വർക്ക് ഉണ്ടാവുകയല്ല, വർക്ക് ഉണ്ടാക്കുകയാണ്. ഞാനൊക്കെ ഒരുപാട് ആളുകൾക്ക് വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ആൾക്കാർ പറയും സാറേ ഇന്ന് ആരും വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലാണ്. അങ്ങനെയല്ല, നമ്മൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ വീട്ടിലും പോയിരുന്ന് അവരുടെ കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കിപ്പിച്ച് അവരെ ഹോം മീറ്റിങ്ങിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യിപ്പിച്ച് നമ്മൾ വർക്ക് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? യെസ്. അപ്പൊ വർക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ വർക്ക് ഉണ്ടാവുള്ളൂ, അല്ലാതെ വർക്ക് ഉണ്ടായി വരില്ല. ഇപ്പൊ വലിയ റാങ്കിലേക്ക് എത്തിയത് നിങ്ങളിപ്പോ ഒരു NTC അല്ലെങ്കിൽ ഒരു CTC, ഒരു ITC ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ഉണ്ടാക്കണോ? നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വർക്ക് ഉണ്ടാവൂലേ? ഇപ്പൊ ബെന്നി സാർ വർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കിയേ. ശ്രീധരൻ സാർ വർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അനിൽകുമാർ സാർ വർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവരൊക്കെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരൊക്കെ അച്ചീവറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വർക്ക് വരും. തുടക്കക്കാരെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ഉണ്ടാക്കണം. ആരെയോ റെഡി? അപ്പൊ ഈ ആഴ്ച എല്ലാവരും വർക്ക് ഉണ്ടാക്കണം. ഇന്നത്തെ മോർണിംഗ് മീറ്റിംഗ് കയറിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ശക്തി